നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1, 2025 തിങ്കൾ. അങ്ങനെ നമ്മൾ ഇന്ന് പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നു മുതൽ സെൻസെക്സിന്റെയും ഈ മാസം മുതൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി ദിനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ഒരു റീബൗണ്ടിന് ശ്രമിച്ചെങ്കിലും റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ദൃശ്യമായിരുന്നത്. അവസാനത്തെ മണിക്കൂറിലുണ്ടായ ഇടിവിനെ തുടർന്നും AGM-നെ തുടർന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രിയിലുണ്ടായ ഇടിവിനെ തുടർന്നും തുടങ്ങി പ്രധാനപ്പെട്ട കാരണങ്ങളാൽ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. തൽഫലമായി തുടർച്ചയായി ജൂലൈയിലും ഓഗസ്റ്റിലും 2 മാസത്തില് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. പതിവ് തുടർന്നുകൊണ്ട് തന്നെ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് 8,312.66 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുന്ന കാഴ്ചയും ദൃശ്യമായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 11,487.64 കോടി രൂപയ്ക്ക് ബൈയും നടത്തുകയുണ്ടായി. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പൊതുവെ സെപ്റ്റംബർ മാസത്തില് ഒരു ദശകമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടം നേരിടുന്നതായിട്ടാണ് അനുഭവപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ദശകമായിട്ട് നിലനിൽക്കുന്ന ഈ ട്രെൻഡ് മറികടന്നുകൊണ്ട് ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ ആഴ്ചയില് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് ടോപ്പ് 10 സ്റ്റോക്കുകളിൽ 8 സ്റ്റോക്കുകളും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ലൈക്ക് ഭാരതി എയർടെൽ, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, ബജാജ് ഫൈനാൻസ്, LIC തുടങ്ങി 8 സ്റ്റോക്കുകളിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് 2.24 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വൈപ്പ് ഔട്ടായി പോയത്. അതേസമയം ടോപ്പ് 10-ല് 2 സ്റ്റോക്കുകൾക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസിനും ഹിന്ദുസ്ഥാൻ യൂണിലിവറിനും നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും ആയി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 24,400 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓഗസ്റ്റ് മാസത്തെ ലോ ആയ 24,330 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,300 എന്ന ലെവലും ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവില് അതിന്റെ കീ മൂവിംഗ് ആവറേജസിന്റെ ഒക്കെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,270 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-ഡേ EMA നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ 24,270 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അതേസമയം ഈ ലെവലുകളിൽ എവിടെയെങ്കിലും വെച്ച് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,600, 24,700 എന്നീ ലെവലുകളിലേക്ക് എത്തിച്ചേരാമെന്നും ഈ ലെവലുകൾ അതിശക്തമായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 24,800, 25,000 എന്നീ ലെവലുകളിലേക്കും എത്തിച്ചേർന്നേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിലെ GDP റിപ്പോർട്ടുകൾ പുറത്തുവിടുകയുണ്ടായി. ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു. 5 ക്വാർട്ടറുകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 6.5-ൽ നിന്നും 7.8 എന്ന ലെവലിലേക്കാണ് GDP ഉയരുകയുണ്ടായത്. ബെറ്റർ ആയിട്ട് വന്ന GDP റിസൾട്ടും അതുകൂടാതെ അമേരിക്കയിൽ നിന്നും പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ കോടതിയുടെ റൂളിംഗ് വന്നതിനെയൊക്കെ തുടർന്നുള്ള പ്രതിഫലനങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് US മാർക്കറ്റുകളിൽ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഹോളിഡേ ആണ്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്കിന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ICICI ബാങ്ക് ADR ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US-ല് ഡ്വെൽ, NVIDIA തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലുണ്ടായ ഫോളിനെ തുടർന്ന് S&P 500-ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ഇന്ന് രാവിലെ 124 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഡോ ജോൺസ് ഫ്യൂച്ചറിൽ വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മൂന്നും നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം വെള്ളിയാഴ്ച അവസാനിപ്പിക്കുകയുണ്ടായി. അതേസമയം ഗിഫ്റ്റ് നിഫ്റ്റി 32 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ശനിയാഴ്ച വെളുപ്പിനെ വ്യാപാരം അവസാനിപ്പിച്ച് നിലനിൽക്കുന്നത്. ഇന്ന് രാവിലെ
രാവിലെ 6:30 ശേഷം വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആകും. ഇന്ത്യയുടെ Q1 GDP ബെറ്റർ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 0.7%-ഓളവും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഗോൾഡിലൊക്കെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിട്ട് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7:15 ചൈനയിൽ നിന്നും സിയാക്സിൻ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ ഓഗസ്റ്റ് മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.54 എന്ന നിലയിൽ അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,500 എന്ന ലെവലിലും. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോടും മൈനർ ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഹൈസും ലോവർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.86 എന്ന നിലയിലും മാക്സ് പെയിൻ 55,000 എന്ന ലെവലിലും നിലനിൽക്കുന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ദൃശ്യമാകുന്നതെങ്കിലും 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 54,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 52,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടോറന്റ് പവർ MB പവർ മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്നും മധ്യപ്രദേശില് 1,600 മെഗാവാട്ടിന്റെ പുതിയ കോൾ ബേസ്ഡ് പവർ പ്ലാന്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. അദാനി പവർ MB പവർ മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്നും മഹാരാഷ്ട്രയില് 800 മെഗാവാട്ട് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രോജക്റ്റ് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. അരബിന്ദോ ഫാർമ കമ്പനിയുടെ സബ്സിഡിയറിയായ അപിറ്റോറിയ ഫാർമയുടെ തെലങ്കാനയിലുള്ള പ്ലാന്റിൽ US FDAയുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് 5 ഒബ്സർവേഷൻസുകൾ കിട്ടി എന്നുള്ള വാർത്തകൾ. NCC കമ്പനിയുടെ വാട്ടർ ഡിവിഷനിൽ ഓഗസ്റ്റ് മാസത്തില് 2 ഓർഡറുകളിൽ നിന്നായിട്ട് 788.34 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ള വാർത്തകൾ. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനിയുടെ സബ്സിഡിയറിയായ നെക്സ്റ്റ് ജനറേഷൻ മാനുഫാക്ചേഴ്സ് 1,000 കോടി രൂപ മുടക്കിയുള്ള ഗ്രീൻഫീൽഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള MOU സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ. PNB ഹൗസിംഗ് ഫൈനാൻസ് 5,000 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി ശേഖരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ 5 ബോർഡ് മീറ്റിംഗ് ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് മാരുതി സുസുക്കിയുടെ തെലങ്കാനയിലുള്ള ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഏറ്റെടുക്കുവാൻ തത്വത്തിൽ അംഗീകാരം നൽകി എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.